ഹലോ, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരു ബെഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അഡ്ജസ്റ്റബിൾ ബെഞ്ച്. അപ്പം അത് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇന്ന് ഉച്ചയ്ക്കാണ് ഇത് വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പം വേണ്ട നല്ല സൂപ്പറായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഞാനിങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്ത് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് അപ്പൊ എനിക്ക് നമ്മുടെ ബഡ്ജറ്റിന് അല്പം അനുകൂലമായിട്ട് തോന്നിയ ഒരു ബെഞ്ചാണ്. ഓക്കെ, അപ്പം വീട്ടിലൊക്കെ വ്യായാമം ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഓക്കെ, ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ ഞാൻ അവസാനം പറയാം. ഓക്കെ, അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പാക്കിംഗ് ഒക്കെ പൊട്ടിച്ചു. അപ്പോൾ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇത് കണക്കുള്ള കുറച്ച് പാർട്സുകളാണ്. ഓക്കെ, അല്പം ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, കുഴപ്പമില്ല. ഓക്കെ, ഹെവിയാണ് സാധനം തോന്നുന്നു, നല്ല കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കംഫർട്ടാണെന്ന് തോന്നുന്നു. അപ്പം ഇതൊരു പാർട്സ്. അതേ കണക്ക് തന്നെ ഇതിന്റെ കുഷനാണിത്. ഓക്കെ, ഇത് സ്ലോവേക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, സ്ലോവീക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് സ്ലോവീക്ക്. ഓക്കെ, ഇതിന്റെ കുഷനൊക്കെ വലിയ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ വ്യായാമം ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിന്റെ കുഷൻ അതാണ് തന്നെ, വേറൊരു കുഷനുണ്ട് ഇതേപോലെ തന്നെ. ഓക്കെ, പിന്നെ അതിന്റെ ബാക്കിയുള്ള പാർട്സുകൾ എല്ലാം ഹെവി മെറ്റീരിയൽ ആണ്. ഓക്കെ, കണ്ടേ, ഇത് വേറൊരു പാർട്സ് ആണ്. ഇത് നമുക്ക് കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പാർട്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പാർട്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്ക്രൂ ഒക്കെ ഇതിനകത്ത് തന്നെ കാണുമായിരിക്കും. ഓക്കെ, അപ്പം ഞാനിത് സെറ്റ് ചെയ്യാം. അപ്പം സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കി നോക്കാം ഇത് എങ്ങനെയുണ്ട്, എത്രത്തോളം ഉപകാരപ്പെടും എന്നൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബെഞ്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓക്കെ, എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ഹെവിയാണ്, നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഏത് രീതി വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് നമ്മുടെ അപ്പർ ചെസ്റ്റിനൊക്കെ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇതേപോലെ ഡമ്പലൊക്കെ വെച്ചിട്ട് ചെസ്റ്റ് പ്രസ്, അതിനൊക്കെ തന്നെ ചെസ്റ്റ് ഫ്ലൈസ്, ഒരുപാട് വർക്കൗട്ടുകൾ നമുക്ക് ഇങ്ങനെ അപ്പർ രീതിയിൽ നമുക്ക് അപ്പർ ചെസ്റ്റിനൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേ കണക്ക് തന്നെ നമുക്ക് ഏത് രീതിയിലുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പൊസിഷനിൽ നമുക്ക് കൊണ്ടുവരാം, മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇതേ കണക്ക് നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഏത് രീതി വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഷോൾഡർ പ്രസ് പോലുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ ഞാൻ സ്ക്രൂ ഒക്കെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ ആട്ടമൊന്നും കാണുന്നില്ല. അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് മേടിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അതിനൊക്കെ നമുക്ക് ഇത് കണക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്ലാറ്റ് രീതിയിലൂടെ നമുക്ക് ഫ്ലാറ്റ് ഇങ്ങനെ കിടന്നതിന് ശേഷമുള്ള വർക്കൗട്ടുകളൊക്കെ നമുക്ക് ചെയ്യാം, ഫ്ലാറ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാം ചെസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഒരുപാട് വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൊസിഷനിലോട്ട് എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഒരല്പം പാട് തോന്നുന്നുണ്ട്. ഓക്കെ, കാരണം എനിക്ക് തോന്നുന്നത് ഈ ഒരു സീറ്റ് ഒരല്പം ഇങ്ങോട്ടാണ് കയറിയിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇത് മുകളിലോട്ട് ഉയരാനായിട്ട് ഒരു അല്പം പാടായിട്ട് തോന്നുന്നുണ്ട്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ആംഗിളിലോട്ട് 90 ഡിഗ്രിയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അത് ഞാൻ സെറ്റ് ചെയ്തതിന്റെ ഏതെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെയാണ്, സൂപ്പർ സാധനമാണ്. ഓക്കെ, നിങ്ങൾക്ക് ധൈര്യത്തോടെ മേടിക്കാം, ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യൂ പ്രൊഡക്റ്റിനകത്ത് ഞാൻ കാണിച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി മേടിച്ചു നോക്കുക. അപ്പൊ എനിക്ക് ഓക്കെയാണ്, അത്യാവശ്യം വീട്ടിൽ വർക്കൗട്ട് ചെയ്യാനൊക്കെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു.
ഓക്കെ, നമുക്ക് ഷോൾഡർ പ്രസ് ഇതേപോലെ ഷോൾഡർ പ്രസ് ചെയ്യാം. അത് കണക്ക് തന്നെ നമുക്ക് തിരിച്ച് വെച്ചോണ്ട് നമുക്കിപ്പം ഇത് കണക്ക് തന്നെ ഓക്കെ, ഇത് കണക്ക് കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ലാഡർ റൈസ് ചെയ്യാം, ഫ്രണ്ട് റൈസ് ചെയ്യാം. ഓക്കെ, അപ്പം ഒരുപാട് വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെ ആപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാം. അപ്പം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മേടിക്കുക. ഓക്കെ, വലിയ വിലയൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ പറ്റും. ഓക്കെ, നമുക്കിപ്പം ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് പാടാണ്. അപ്പൊ ഞാൻ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സുരക്ഷിതത്വമൊന്നും തോന്നുന്നില്ല. ജിമ്മിലെ ആ ഒരു ബെഞ്ചിന്റെ ഒരു കംഫർട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ വീട്ടിലൊറ്റയ്ക്കൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബെഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിന്റെ ലിങ്ക് അതിനകത്ത് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ കയറി നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ